ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയിട്ടുള്ള മാട്രിയാർക്ക് എന്ന ഒരു അടിപൊളി സൈക്കോ ഹൊറർ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് എടുക്കാം, വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. ഹീറോയിൻ പൂർണ്ണ ഗർഭിണിയ, ഇന്നോ നാളെയോ പ്രസവിക്കും എന്നൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മുൻകൂട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാമെന്ന പ്ലാനിൽ രണ്ടാളും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെപ്പോഴും പോകുന്ന വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെയാണ് അവർ പോകുന്നത്. ആ വഴി ഫുള്ള് കട. അങ്ങനെ രണ്ടാളും നല്ല ജോളിയായിട്ട് സംസാരിച്ചു വരുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ കൺട്രോൾ പോയി വണ്ടി മരത്തിൽ പോയി ഇടിക്കും. ഭാഗ്യത്തിന് രണ്ടാൾക്കൊന്നും പറ്റിയില്ല. സഹായത്തിന് ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ച് ഫോൺ എടുത്ത് നോക്കിയാൽ റേഞ്ച് ഇല്ല. അതുകൊണ്ട് അവൻ അവിടെയുള്ള മരത്തിൻ്റെ മുകളിൽ കയറി റേഞ്ച് നോക്കി. ഒരു രക്ഷയുമില്ല. അതാണെങ്കിൽ വലിയൊരു മര. അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ അവന് ദൂരെ ഒരു വീട് കാണാം. അവിടെ പോയിട്ട് ഹെൽപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ച് അവൻ അവളെയും കൂട്ടി ആ വീട് കണ്ട ഭാഗത്തേക്ക് നടക്കും. ആ വീടിൻ്റെ വഴിയിൽ അന്യർക്ക് ആർക്കും പ്രവേശനമില്ലാന്ന് എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും അതൊന്നും കാര്യാക്കാതെ ഇവർ നടന്നു നീങ്ങി. കുറച്ച് ദൂരം എത്തിയപ്പോൾ പുറകിൽ ഒരു ജീപ്പ് വരുന്നുണ്ട്. അതിലൊരു വയസ്സായ ആളാണ്. അയാളാണ് ഈ സ്ഥലത്തിൻ്റെ ഓണർ. ഇവൻ അയാളെ കണ്ട മാത്രം അയാളുടെ അടുത്ത് പോയിട്ട് സഹായം ചോദിക്കും. പക്ഷെ അയാൾ ഇതെൻ്റെ സ്ഥലമാണ്, ഇവിടെ അന്യർക്ക് ആർക്കും പ്രവേശനമില്ല, പുറത്തു പോകുന്നു പറയും. സർ പ്ലീസ്, ഞങ്ങൾ വേണമെന്ന് വെച്ച് കയറിയതല്ല. എൻ്റെ കാറ് വരുന്ന വഴിയിൽ ആക്സിഡൻ്റ് ആയി. ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തതിനാണ് നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നത്, പ്ലീസ്. ഇതേ സമയം അവിടേക്ക് ഹീറോയിൻ വരും. സാർ നോക്ക്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അവളെയും കൊണ്ട് അധിക ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. സാർ, ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഇന്നലെ അയാൾ അവളെ ആട്ടിയും മൂടി നോക്കി. എന്താ മോളെ, നിന്റെ വയറ്റിൽ ആൺകുട്ടിയോ അതോ പെൺകുട്ടിയോ? ആൺകുട്ടിയാ. ശരി, ഓക്കെ. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു. ഫസ്റ്റ് ഞാൻ എൻ്റെ ഭാര്യയെ ഫോൺ ചെയ്ത് കേൾക്കട്ടെ. ഇത്രയും പറഞ്ഞ് അയാൾ ഭാര്യയെ കോൾ ചെയ്യും. ഇതുപോലെ രണ്ടുപേരെ സഹായം കേട്ട് നിൽക്കുന്നു എന്ന് പറയും. ഇത് പറഞ്ഞ ഉടനെ ഒരു സഹായം ചെയ്യേണ്ടെന്ന് അവൾ പറയും. അന്നേരം അയാൾ, ഇല്ല, ഒരു സുന്ദരിയായ പെണ്ണ്, അവൾ പൂർണ്ണ ഗർഭിണിയാ, അവളുടെ വയറ്റിൽ ആൺകുട്ടിയാ ഉള്ളത്. ഇത് കേട്ട ഉടനെ അവൾ ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. ഇത് കേട്ടപാടെ ഇവർക്ക് രണ്ടാൾക്കും സന്തോഷാകും. സത്യത്തിൽ ഇവർ ഫോണാണ് കേട്ടത്. എന്നാൽ അയാൾ ഇവരെ വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ അവർ ആ വണ്ടിയിൽ കയറി യാത്ര തുടരുന്നു. പോകുന്ന വഴിയിൽ ചെടിയുടെ പിന്നിൽ ഒരു പെണ്ണ് നിൽക്കുന്നത് ഹീറോയിൻ കാണും. ആ പെണ്ണ് നമ്മുടെ ഹീറോയിനെ നോക്കും. ഒരു വിധന അവർ ആ വീട്ടിലെത്തി. അവിടെ മുറ്റത്ത് ഇയാളുടെ ഭാര്യ നല്ല ഭംഗിയുള്ള ഒരു അമ്മച്ചിയും അവരെ രണ്ട് മുടുക്കന്മാരായ മക്കൾ നിൽപ്പുണ്ട്. ഇവർ വന്നിറങ്ങിയ ഉടനെ അമ്മച്ചി അവളെ പൊന്നെ ചക്കര എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ആനയിക്കും. ഹീറോയെ തിരിഞ്ഞു പോലും നോക്കില്ല. ഹീറോ അത് അത്ര കാര്യമാക്കില്ല. രണ്ടു പേർക്കും താമസിക്കാൻ മുറി കാണിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞ് മുറി വിട്ട് അമ്മച്ചി പുറത്തിറങ്ങി. അമ്മച്ചി പുറത്തിറങ്ങിയ ഉടനെ ഇത്രയും നല്ലൊരു വീട് താമസിക്കാൻ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് രണ്ടാളും സന്തോഷിക്കും. ഇപ്പുറത്തെ ഇവർ രണ്ടാളും സംസാരിക്കുന്നത് പുറത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുക അമ്മച്ചി. അതുവരെ കണ്ട മുഖത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ക്രൂരമായ മുഖഭാവമാണ് ഇപ്പോൾ അമ്മച്ചിക്കുള്ളത്. ഇവരുടെ ഈ ചിരി എത്ര കാലം ഉണ്ടാവാവോ ദൈവത്തിനറിയാം. അന്ന് നൈറ്റ് ഡിന്നർ കഴിക്കാൻ ഇവരെല്ലാവരും വന്നിരിക്കും. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് സ്പെഷ്യലായിട്ട് പിടിച്ചു കൊണ്ടുവന്ന ആടിൻ്റെ സൂപ്പാ, കഴിച്ചു നോക്ക്. ഇപ്പോൾ അവരത് കഴിക്കുന്ന നേരം, അമ്മച്ചി, ഇവർ രണ്ടാളും സത്യത്തിൽ എൻ്റെ മക്കളല്ല, ഇവരുടെ അപ്പനും അമ്മയും ഇവരെ വിട്ടുപോയി. അതിനുശേഷം ഞാനിവരെ സ്വന്തം മക്കളായിട്ട് വളർത്തുന്നത്. ഇതും പറഞ്ഞ് അവന്മാരുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കും. ഇത് കണ്ട് ഇവർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതേ നേരം അവിടെ ഒരു ഫോട്ടോ കാണും. അതിലുള്ള ആ പെൺകുട്ടിയാണ് ഹീറോയിൻ വരുന്ന വഴിയിൽ കണ്ടത്. അവളെപ്പറ്റി ഹീറോയിൻ അമ്മച്ചിയോട് കേൾക്കും. അമ്മച്ചി ജബ ജബ എന്ന് പറയും. നമ്മളാൾ വിട്ടുകൊടുക്കില്ല. വീണ്ടും വീണ്ടും അവളെപ്പറ്റി കേൾക്കും. അതിനൊന്നിനും അമ്മച്ചി മറുപടി കൊടുക്കില്ല. അമ്മച്ചി ആരാ മോള്? പിന്നെ ഇവളും അത് വിടും. ഭക്ഷണം കഴിച്ചതിനു ശേഷം നായകനും നായികയും കിടക്കാൻ മുറിയിലേക്ക് ചെല്ലും. ഇന്നേരം മുറിയുടെ ഫ്രണ്ടിൽ ആരോ നടക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഹീറോയിൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ആ പെൺകുട്ടി ചുമരിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവളത് ശ്രദ്ധിക്കാതെ തിരിച്ചു മുറിയിൽ കയറി. അവൾക്ക് ആകെ മൊത്തം ഇവിടെ നെഗറ്റീവ് അടിക്കും. അതേപ്പറ്റി ഹീറോയോട് പറയും. പക്ഷെ അവനത് അത്ര കാര്യമാക്കില്ല. അങ്ങനെ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഇന്നേരം ഹീറോയിന് ആരോ കരയുന്ന ശബ്ദം കേൾക്കും. ഉടനെ ഇവളെ എഴുന്നേറ്റ് കട്ടിലിന്റെ സൈഡിലേക്ക് നോക്കിയാൽ അവിടെ ആ പെൺകുട്ടി ഇരുന്ന് തേങ്ങി തേങ്ങി കരയുന്നു. അവളുടെ തൊട്ടു മുൻപിലായിട്ട് രണ്ടാൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി ഇവളുടെ അടുത്ത് വന്ന് അവളുടെ പേര് പറയും. ഇതോടെ ഹീറോയിൻ ഞെട്ടി എഴുന്നേൽക്കും. ഇതുവരെ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. ഇവൾ ഉടനടി ഭർത്താവിനെ വിളിച്ചുണർത്തി, ഇവിടെ മൊത്തം നെഗറ്റീവ് അടിക്കുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയും. ഇവളുടെ ഈ വെപ്രാളം പ്രയാസം കണ്ട് അവനും ഓക്കെ എന്ന് പറയും. രണ്ടാളും സാധനങ്ങളൊക്കെ എടുത്ത് വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ അതേ നേരം അവിടേക്ക് അയാൾ വരും. അയാൾ എന്തോ കഴിച്ച് ഇവരെ നോക്കി നിൽക്കും. ഇവർ കതക് തുറന്ന് പുറത്ത് കടന്നാൽ
മുറ്റത്ത് അമ്മച്ചിയുടെ സന്തതികൾ തോക്കും പിടിച്ചു നിൽപ്പുണ്ട്. ഇവള് നേരെ അമ്മച്ചിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കേട്ടു നിൽക്കുമ്പോൾ അവൾക്ക് വെള്ളം പോകും. ഇത് കണ്ട അമ്മച്ചി ഒരു ചിരി ചിരിക്കും. അതേസമയം പുറകിൽ നിന്നിരുന്ന അമ്മച്ചിയുടെ മോൻ തോക്ക് വെച്ച് ഹീറോയുടെ തലയിൽ പട്ടേന്ന് ഒരു അലക്കലക്കും. അതോടെ അവൻ ഫ്ലാറ്റായി. ഈ നേരം കിളവൻ അവളുടെ മുഖത്ത് ഒരു കുത്തുകുത്തി അവളെയും ഒതുക്കും. ഇപ്പൊ മയക്കത്തിൽ നിന്നിട്ട് ഹീറോയിൻ കണ്ട് അവളുടെ കയ്യും കാലെല്ലാം കെട്ടിവച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അമ്മച്ചി ഇരിപ്പുണ്ട്. അവൾ അവിടെ കിടന്ന് ഹീറോയെ കുറേ വിളിക്കും. എന്തിനു നീ ആ പാവത്തിന് വിളിക്കുന്നത്? അവൻ ഇന്നേരം അവർ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരിക്കും. ഇത് കേട്ട് അവൾ ആകെ തരിച്ചുപോയി. ദയവ് ചെയ്ത് എന്റെ ഭർത്താവിനെ വെറുതെ വിട്, പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് അമ്മച്ചിയോട് കെഞ്ചുകൊണ്ടിരിക്കാം. ഇപ്പുറത്തെ അവന്മാര് ഒരു കുഴി തോണ്ടി മയങ്ങിക്കിടക്കുന്ന ഹീറോയെ ജീവനോടെ ഡ്രസ്സെല്ലാം ഊരി ശവപ്പെട്ടിയിൽ കിടത്തി. അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. അതും ആ ചെറുക്കൻ ശവപ്പെട്ടിയിലിട്ട് അടച്ച് കുഴിയിട്ട് മൂടും. അപ്പുറത്തെ ഹീറോയിൻ പ്രസവവേദന കരഞ്ഞുകൊണ്ടിരിക്കാം. അമ്മച്ചിയാണ് അവളുടെ പ്രസവം നോക്കുന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. പ്രസവിച്ചുടനെ എന്റെ കുഞ്ഞ് അവനിങ്ങ് താന്ന് അമ്മച്ചിയോട് പറയും. നിന്റെ കുഞ്ഞോ? ഇത് എന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ മുഖം പോലും അവളെ കാണിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് പോകും. അവർ പോയതിനു ശേഷം ഇവൾ കയ്യിൽ കെട്ടിയ ചങ്ങല പതിയെ പതിയെ അഴിച്ച് പുറത്തു പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് അമ്മച്ചി വരുന്ന ശബ്ദം കേൾക്കും. ഉടനെ ചുമരിലുള്ള കുരിശ് കയ്യിലെടുത്ത് വീണ്ടും പഴയതുപോലെ ബെഡിൽ കിടക്കും. ഇന്നേരം മുറിയിലെത്തിയ അമ്മച്ചി പാല് തേനേന്ന് സ്നേഹത്തോടെ അവളെ വിളിച്ച് കുഞ്ഞിന് പാല് കേൾക്കും. സമയം കുറച്ചായില്ലേ, കുഞ്ഞിന് പാല് കൊടുക്കണല്ലോ. അതുകൊണ്ട് കൊണ്ടുവന്ന കുഞ്ഞു പാത്രത്തിലേക്ക് പാലെടുക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന നേരം ഇവൾ കയ്യിലുള്ള കുരിശെടുത്ത് അമ്മച്ചിയുടെ തല നോക്കി പട്ടയെന്നൊന്ന് കൊടുക്കും. ശേഷം അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ കറക്റ്റ് ടൈമിന് കിളവനും ടീമും മുറിയിലേക്ക് എൻട്രി അടിക്കും. വന്ന പാടെ അവർ ഇവളുടെ കയ്യും കാലും കെട്ടിപ്പൂട്ടി വെക്കും. കുറച്ച് മുൻപല്ലേ പ്രസവിച്ചത്, എനിക്ക് കുഞ്ഞിനെ തന്നവളല്ലേ എന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ നിന്റെ അടുത്ത് വന്നാൽ വേഷം കെട്ട് കാണിക്കുന്നോടി. ഇവളെ കൊണ്ടുപോയി തൊഴുത്തിൽ കെട്ടിപ്പൂട്ടി വെച്ചേക്ക്. കിളവൻ അവളെ എടുത്ത് കൊണ്ടുപോയി തൊഴുത്തിൽ കെട്ടിപ്പൂട്ടിയിട്ട ശേഷം അമ്മച്ചി വീണ്ടും അവളുടെ അടുത്ത് വന്ന് പാലെടുക്കും. ഈ പ്രാവശ്യം അവൾ അനങ്ങാതെ കിടക്കും. എന്തൊക്കെയായാലും തന്റെ കുഞ്ഞിനുള്ള പാലല്ലേ എന്ന് വിചാരിച്ച് അവളുടെ കഴുത്തിൽ പശുവിന്റെയും പോത്തിന്റെ ഒക്കെ കഴുത്തിൽ കെട്ടുന്ന ചങ്ങലില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മയക്കത്തിൽ നേരിട്ട ഹീറോ അവിടെ ഒരു ലൈറ്റർ ആ ചെറുക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഓണാക്കി അതിന്റെ വെളിച്ചത്തിൽ ഏത് ഭാഗമാണ് തുറക്കാൻ പറ്റാന്ന് തട്ടി തട്ടി നോക്കി കണ്ടെത്തി. ആ ഭാഗം നോക്കി ശക്തിയായിട്ട് കൈവച്ച് അട്ടിച്ച് എങ്ങനെയൊക്കെയോ പുറത്ത് കടന്നു. അവന്റെ ശരീരത്തിലാണെങ്കിൽ ഒരു തരി തുണിയില്ല. അവൻ എവിടുന്ന് സഹായം ലഭിക്കുന്ന വിചാരിച്ച് 4 പാടും ഓടി. അവിടെ കാട്ടിൽ ഒരു അരുവിയുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് പഴകിയ ഒരു തുണി കിടപ്പുണ്ട്. അതെടുത്തു കൊടുക്കും. വീണ്ടും എവിടെന്നെങ്കിലും സഹായം ലഭിക്കുമെന്ന് അവൻ തേടിക്കൊണ്ടിരിക്കാം. ആ സമയം ഒരു സ്ഥലത്ത് 2 പയ്യന്മാർ കഞ്ചാവ് അടിച്ചിരിക്കുന്നത് ഇവൻ കാണും. ഇവന്റെ കാര്യങ്ങളൊക്കെ അവന്മാരോട് പറയും. അവർക്ക് എവിടെ ബോധം. കിറിങ്ങിരിക്കുന്ന അവന്മാരുടെ മുൻപിൽ ഇവൻ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവന്മാർക്ക് ഇവൻ ഏതോ പടത്തിലെ കോമഡി പറയുന്ന ഫീലിങ്സിലായിരിക്കുന്നത്. ഇവന്മാരുടെ പെരുമാറ്റം കണ്ട് ദേഷ്യം വന്ന ഹീറോ കയ്യിൽ കിട്ടിയ എന്തോ ഒന്ന് വെച്ച് മേടും. ശേഷം 2നെയും മരത്തിൽ കെട്ടിയിട്ട് അതിലൊരുത്തിന്റെ ഡ്രസ്സ് ഇവനിടും. കൂടെ അവരുടെ ബാഗിലുണ്ടായിരുന്ന ഫോണും കത്തിയും മറ്റ് ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ പോകും. ഇപ്പുറത്തെ ഹീറോയിൻ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കും. അവളെ എത്രയൊക്കെ നോക്കിയിട്ടും അവളെ കൊണ്ട് അത് പൊട്ടിക്കാൻ സാധിക്കില്ല. അവൾ ആകെ ടയേർഡായി. ആ സമയം അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്തു കുടിക്കും. അത് കുടിച്ചിരിക്കുമ്പോൾ എപ്പോഴും കാണാറുള്ള പെൺകുട്ടി വന്നിട്ടുണ്ടായിരിക്കും. അവളുടെ അടുത്ത് എനിക്കറിയാം, എന്നെപ്പോലെ തന്നെ നീയും ഇവിടെ പെട്ടുപോയതാണെന്ന്. എന്റെ ചങ്ങല ഊരാൻ സഹായിച്ചാൽ ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താം. പക്ഷെ ഇവൾ പറയുന്നതൊന്നും കേൾക്കാത്ത മട്ടിൽ അവിടുന്ന് പോകും. കുറച്ച് സമയത്തിനുള്ളിൽ ആനപ്പാറയിൽ അച്ചമ്മയും ടീംസും എത്തും. വന്ന പാടെ കുഞ്ഞിന് ആവശ്യമായ പാലെടുത്ത് തിരികെ പോകും. പോകുന്ന പോക്കിൽ അമ്മച്ചിയുടെ സന്തതി ഇവളെ ഒരുമാതിരി നോക്കിപ്പോകും. അവൻ ഇനി എന്തിനുള്ള പുറപ്പാടാണാവോ. അവർ പോയ ഉടനെ ഹീറോയിൻ വീണ്ടും രക്ഷപ്പെടാനുള്ള വഴികൾ തേടി തുടങ്ങി. തപ്പി തപ്പി അവൾക്കൊരു കമ്പി കഷ്ണം കിട്ടി. അതുപയോഗിച്ച് കാലെ കെട്ടഴിക്കും. അപ്പുറത്തെ ഹീറോ നടന്നെന്ന് ഒരു വിധന ഇവർ ആദ്യം ഈ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ട ബോർഡ് കണ്ടുപിടിക്കും. ഇവിടെ അമ്മച്ചി കുഞ്ഞിനെ താരാട്ട് പാട്ട് ഒക്കെ പാടി തൊട്ടിയിൽ കിടത്തി. ഈ സമയം അവിടേക്ക് അമ്മച്ചിയുടെ സന്തതികളെത്തി. അവർ അമ്മച്ചിയോട് എന്തോ പറയാൻ വരിക. ആ സമയം പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കും. ഉടനെ ഇവർ തിരിഞ്ഞു നോക്കും. അവിടെ ആ പെൺകുട്ടി നിൽപ്പുണ്ട്. ഇപ്പോൾ അവളെ ചീത്ത വിളിക്കുന്ന നമ്മൾ വിചാരിച്ചാൽ തെറ്റി. അവരൊന്നും പറയില്ല. ഈ സന്തതികളിൽ ഒരുത്തൻ അമ്മച്ചിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അമ്മച്ചിക്കൊരു കുഞ്ഞുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു കുഞ്ഞു വേണം. അതിന് ഞങ്ങൾ ആ പെണ്ണിനെ സ്വന്തമാക്കട്ടെ. ഇത് കേട്ട് അമ്മച്ചിക്ക് ദേഷ്യം അരിച്ചു കയറി വരും. അവൾ നല്ല പോലെ ഇവന്മാരെ ചീത്ത വിളിക്കും. പക്ഷെ അവന്മാരത് ഈ കാതുകൂടെ കേട്ട് മറ്റേ കാതുകൂടെ വിടും. നേരെ അവളുടെ അടുത്ത് ചെന്ന് ഒരുത്തൻ അവളുടെ നെഞ്ചത്ത് കയറിയിരിക്കും. വേറൊരുത്തൻ അവളുടെ കാലിൽ ബലമായിട്ട് പിടിക്കും. അവളെ റേപ്പ് ചെയ്യാൻ നോക്കുന്ന നേരം
കറക്റ്റ് ടൈമിൽ ഒരു രക്ഷകനെ പോലെ ഹീറോ അവിടേക്ക് എത്തി. അവന്മാർക്ക് നല്ലതുപോലെ കൊടുക്കും. ഹീറോയിനും ഇവന്മാരും ഇവിടെ ഉള്ള കാര്യം ഹീറോ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ ഇവന്മാർ ഇതിന്റെ പുറത്തു നിന്ന് ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് പെൺകുട്ടി കേട്ടിരുന്നു. ഹീറോ വരുന്നത് കണ്ട് അവൾ നേരെ കൈ ചൂണ്ടി വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ അവന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് ഹീറോ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാ അടുത്ത ആള് കിളവൻ തോക്കും ചൂണ്ടി ഇവരുടെ മുൻപിൽ നിൽക്കുന്നു. അവനെ കണ്ട് ഇവരൊന്ന് പേടിക്കും. കിളവൻ ഹീറോയെ നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ചതും കൃത്യസമയം ഹീറോ അവൾക്ക് മുൻപിൽ കയറി നിന്ന് ഇതോടെ അവന്റെ പുറത്ത് വെടികൊള്ളും. ഇവൻ ഹീറോയിനെ നോക്കി ഓടി ഓടി രക്ഷപ്പെടുന്നു പറയും. അവൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ എന്തിലോ കാല് തട്ടി താഴെ വീഴും. അവളുടെ കൺമുൻപിൽ ഹീറോയെ വെടിവെച്ച് കൊല്ലും. ചോര അവളുടെ മുഖത്തേക്ക് ചീറ്റിയടിക്കും. ആ കാഴ്ച കണ്ട് അവൾ വാ വിട്ട് കരഞ്ഞു. ഇന്നേരം അവളുടെ അടുത്ത കിളവൻ തോക്ക് വെച്ച് അവളുടെ മുഖത്ത് ഒരു കുത്തുകുത്തും. ഇതോടെ അവൾ മയങ്ങി വീഴും. ഇവൾ മയക്കത്തിലേക്കുമ്പോൾ ഇവളൊരു സ്വപ്നം കാണും. അതായത് ഇവളിവിടെ കണ്ടിട്ടുള്ള ആ പെൺകുട്ടിയും ഇതുപോലെ ഇവരെ ടോർച്ചർ ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനു ശേഷം കണ്ണു തുറന്നു നോക്കിയാൽ ഹീറോനെ പഴയ സ്ഥലത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നു. അതേ നേരം അവിടെ ആ പെൺകുട്ടി ഇരുന്ന് ഇവളുടെ കഴുത്തിലെ ചങ്ങല ചുമരിൽ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ലോക്ക് പൊട്ടിക്കാൻ അവിടെ ഉണ്ടായിരുന്ന കമ്പി ഉപയോഗിച്ച് കുത്തി കുത്തി ശ്രമിക്കുക. ശേഷം ഇവൾ അത് മേടിച്ച് കല്ല് കുത്തി കുത്തി പൊളിക്കാൻ നോക്കും. അവിടെ സീൻ കടിച്ചതിൽ ഹീറോ അടിച്ചടിയിൽ രണ്ടാളും ഭിത്തിയിൽ മാലയിട്ടിരിക്കാറായി. ഇവർ മരിച്ചത് കണ്ട് അമ്മച്ചി ഭയങ്കരമായിട്ട് കരയും. കുറച്ച് സമയത്തിനുള്ളിൽ രണ്ടുപേരെയും വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് അടക്കം ചെയ്തു. ഇവരെ അടക്കം ചെയ്തതിന്റെ തൊട്ടപ്പുറത്ത് മറ്റ് ആരെയോ അടക്കം ചെയ്തിട്ടുണ്ട്. അതാരാണെന്നുള്ളത് അധികം വൈകാതെ നമുക്ക് മനസ്സിലാകും. ഇവിടെ ലോക്ക് പൊട്ടിച്ച് ഇവർ രണ്ടാളും പുറത്തിറങ്ങി. അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അതിൽ നിറയെ ഇരുമ്പിന്റെ ഐറ്റംസാ. അവിടുന്ന് ഒരു ഇരുമ്പ് കട്ടർ എടുത്ത് ഇവർ രണ്ടാളും മാറി മാറി ഹീറോയിന്റെ കഴുത്തിലെ ചങ്ങല പൊട്ടിച്ചെടുക്കാൻ നോക്കും. അവസാനം എങ്ങനെയൊക്കെയോ അത് കട്ട് ചെയ്ത് എടുത്തു. അവിടെ ഒരു കത്തിയിരിപ്പുണ്ട്. അതും പോകുന്ന പോക്കിൽ ഹീറോയിൻ എടുത്തിട്ട് നേരെ അവർ ആ വീട്ടിലേക്ക് കയറും. അമ്മച്ചിയും ഭർത്താവും മക്കളെ അടക്കം ചെയ്യാൻ പോയേക്കല്ലേ. ആ സമയം കൊണ്ട് ഇവർ മുകളിലെത്തി. അവിടെ കുഞ്ഞു കിടപ്പുണ്ട്. ഇവൾ ആദ്യമായിട്ട് ആ കുഞ്ഞിന്റെ മുഖം കാണുന്നത്. ചെന്നപാടെ കുഞ്ഞിനെ അവൾ വാരിയെടുക്കും. ഇതേ നേരം അമ്മച്ചിയുടെ ഭർത്താവ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ഇവർ രണ്ടാളും ഒളിഞ്ഞിരിക്കും. അയാൾ വന്ന പാടെ കുഞ്ഞിനെ നോക്കിയ ശേഷം കുഞ്ഞിനുള്ള പാലെടുക്കാൻ തൊഴുത്തിലേക്ക് പോകും. അവിടെ ഹീറോയിനെ കാണാതാകുമ്പോൾ തന്നെ അയാൾക്ക് കാര്യം പിടികിട്ടും. അവൾ എന്തായാലും മുകളിൽ കുഞ്ഞിന്റെ മുറിയിലുണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഗോഡൌണിൽ നിന്ന് തോക്കെടുത്ത് നേരെ ആ മുറിയിലേക്ക് ചെല്ലും. ഹീറോയിൻ കുഞ്ഞിനെ എടുത്ത് ഇവനെ നോക്കി നിൽക്കുക. തോക്കെടുത്ത് അവളെ വെടിവെക്കാൻ വന്നതാണെങ്കിലും കിളവൻ അവളെ വെടിവെക്കില്ല. കാരണം അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടല്ലോ. തോക്ക് അവിടെ ഒരു ഓരത്ത് വെച്ച് ഇവളുടെ അടുത്ത് വന്ന് വളരെ സമാധാനത്തോടെ കുഞ്ഞിന് തായോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. ഇവളുടെ കയ്യിൽ സത്യത്തിൽ കുഞ്ഞുണ്ടായിരിക്കില്ല. ഏതൊരു തുണി ചുരുട്ടി വെച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പൊ ഇയാൾ അടുത്ത് വന്നതും കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ചക്കെന്ന് അയാളുടെ വയറ്റിൽ കുത്തിയിറക്കി. അങ്ങനെ അയാളുടെ കഥയും കഴിയും. അപ്പൊ കുഞ്ഞ് എവിടെ നിന്നല്ലേ? കുഞ്ഞ് സുഖമായിട്ട് തൊട്ടിൽ കിടപ്പുണ്ട്. കൂട്ടത്തില് ആ പെൺകുട്ടിയും. അയാൾ മരിച്ചു പോയതിനു ശേഷം അവൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പോലീസിനെ കോൾ ചെയ്ത് നടന്ന സംഭവങ്ങൾ പറയും. അതേസമയം അമ്മച്ചി തിരിച്ചെത്തിയിട്ടുണ്ടായിരിക്കും. അവിടെ ഗോഡൌണും മറ്റും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് കണ്ട് അമ്മച്ചിക്ക് കാര്യം പിടികിട്ടും. ഉടനെ ഗോഡൌണിൽ പോയി മറ്റൊരു ഗണ്ണെടുത്ത് അവിടെ ഉണ്ടായിരുന്ന വണ്ടികൾ ഓരോന്നോരോന്നായി മാറ്റിയിടും. അവരെങ്ങാനും വണ്ടി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോയാലോ, അതുണ്ടാവാതിരിക്കാനായിട്ട്. ആള് ചില്ലറക്കാരിയല്ല. ഹീറോയിൻ അവളുടെ കുഞ്ഞിനെയും പെൺകുട്ടിക്കുമൊപ്പം കിളവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും എടുത്ത് പുറത്തേക്ക് വരും. വന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന ജീപ്പിൽ കയറി രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ ജീപ്പിന്റെ കീ കാണില്ല. ഇതേ നേരം അമ്മച്ചി തോക്കും കൊണ്ട് ഇവരടുത്തേക്ക് പാഞ്ഞു വരും. ഇത് കണ്ട ഹീറോയിൻ കുഞ്ഞിനെ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് എന്തു വന്നാലും നീ പുറത്തിറങ്ങരുതെന്നും പറഞ്ഞ് തോക്കും എടുത്ത് അമ്മച്ചിയുടെ അടുത്തേക്ക് പോകും. നേർക്കുനേർ രണ്ടാളും വന്നതും പരസ്പരം വെടിവെക്കും. ഹീറോയിനായിരിക്കും ആദ്യം വെടിവെച്ചത്. അത് നേരെ അമ്മച്ചിയുടെ വയറിൽ കൊള്ളും. രണ്ടാമത് അമ്മച്ചി വെടിവെച്ചപ്പോൾ അവളുടെ കയ്യിലും കാലിലും കൊള്ളും. വെടി കൊണ്ടപാടെ അവൾ താഴെ വിടും. അടുത്ത വെടിവെക്കാൻ നോക്കിയാൽ അമ്മച്ചിയുടെ തോക്ക് സ്റ്റക്കായി. ഉടനെ അത് അവിടെ ഇട്ട് അവളുടെ അടുത്തേക്ക് വരും. അമ്മച്ചി അവളുടെ അടുത്ത് വന്നതും ഹീറോയിൻ ചാടി എഴുന്നേറ്റ് അമ്മച്ചിയുടെ തല തറയിൽ പട്ടയെന്ന് അടിച്ചതും ഇതോടെ കിളവിയുടെ ബോധം പോകും. ഈ ഒരു ഗ്യാപ്പിൽ ഹീറോയിൻ അവളുടെ കുഞ്ഞിനെയും പെൺകുട്ടിയെയും കൂട്ടി റോഡിലൂടെ നടന്നു നീങ്ങി. ഇതേ നേരം അവിടേക്ക് പോലീസ് എത്തും. പോലീസിനെ കണ്ടപാടെ സമാധാനത്തോടെ അവൾ അവിടെ ഇരിക്കും. അവർ വന്നപാടെ കുഞ്ഞിനെ ആംബുലൻസിൽ കയറ്റും. അവൾക്ക് ഫസ്റ്റ് എയ്ഡും കൊടുക്കും. എല്ലാം ശുഭമായിട്ട് അവസാനിച്ചെന്ന് വിചാരിച്ചാൽ ദേ പിന്നെയും അമ്മച്ചി കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. ഇത്തവണ ഹീറോയിന് വേണ്ടി പോലീസുകാരെ ചറ പറന്ന് അമ്മച്ചി വെട്ടി വെച്ച് കൊല്ലും. ഇതോടെ എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചാൽ ഇപ്പോഴാണ് മറ്റൊരു ടെസ്റ്റ് പൊട്ടിക്കുന്നത്. ഇതുവരെയിലും ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കാണാതാകും. അവൾ ഓൾറെഡി മരിച്ചുപോയതാ. അവളുടെ ആത്മാവാണ് ഇതുവരെയിലും ഹീറോയിനെ സഹായിച്ചത്. ഹീറോയിന്റെ കഴുത്തിലുണ്ടായിരുന്ന ചങ്ങല പൊട്ടിക്കാൻ പെൺകുട്ടി സഹായിച്ചു എന്നല്ലേ നമ്മൾ കരുതിയത്. സത്യത്തിൽ അവൾ തന്നെയാണ് അത് പൊട്ടിച്ചത്. പയ്യന്മാരെ രണ്ടാളെയും അടക്കം ചെയ്യുമ്പോൾ മൂന്നാമതൊരു ശവം അടക്കം ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടില്ലേ, അത് ഈ പെൺകുട്ടിയുടേതാ.
ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്ത് കൊന്നത് നമ്മുടെ അമ്മച്ചിയാ. ഹീറോയിൻ മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ലാസ്റ്റ് ഹീറോയിൻ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട് ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടുന്ന് സന്തോഷത്തോടെ പോകും. എനിക്ക് തോന്നുന്നത് ഈ അമ്മച്ചിക്ക് മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മനസ്സുഖം കിട്ടുന്നുണ്ടെന്നാണ്. എന്തായാലും ഈ സിനിമ ഇവിടെ അവസാനിച്ചു. ബായ്.